പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ എനി വിമൺ എന്ന് പറയുന്ന ഒരു പോയമാണ് കേട്ടോ. കാതറിൻ ടിനാൻ എഴുതിയ എനി വിമൺ എന്ന് പറയുന്ന കവിതയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വരുന്ന +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമൊക്കെ എഴുതുന്നവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്താണ് ഈ ഒരു ലെസൺ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ്. പലപ്പോഴും അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കുന്ന ഒരു പോയം കൂടിയാണിതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ് തീമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർഹുഡിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ഫാമിലിയിൽ മദർ അല്ലെങ്കിൽ ഒരു അമ്മയുടെ റോള് എന്താണെന്നുള്ളതാണ്. ഒരു അമ്മ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഒരു കുടുംബത്തിൽ എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഈ ഒരു കവിതയുടെ സ്പീക്കർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മദർ തന്നെയാണ് വരിക. ഓക്കെ, കാരണം ഒരു അമ്മയുടെ വാക്കുകളിലൂടെയാണ് ഈ ഒരു കവിത പറഞ്ഞു പോകുന്നത് കേട്ടോ. സോ എന്തായാലും ഈ ഒരു കവിത എന്ന് പറയുമ്പോൾ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ, ടേക്ക് മീ അവേ ആൻഡ് റൂവ് ആൻഡ് ഫാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അട്ടേർലി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു കുടുംബത്തിൻ്റെ പില്ലേഴ്സ് ആണെന്നാണ് അമ്മ പറയുകയാണ്. ഓക്കെ, അമ്മ സ്വയം പറയാണ് എന്താണ്, ഞാൻ ഈ ഹൗസ് എന്ന് പറയുമ്പോൾ ഫാമിലിയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫാമിലിയുടെ പില്ലർ എന്ന് പറയുമ്പോൾ നെടുന്തൂണ് ഞാൻ തന്നെയാണ് എന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് നമുക്കറിയാം ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എന്താണ് പില്ലേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. ആ പില്ലേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ആ തൂണുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താക്കും, ഈ ബിൽഡിങ് നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് ഒരു ഫാമിലിയിലോട്ട് വരുമ്പോഴും ഞാനാണ് എന്താണ് പില്ലേഴ്സ് എന്ന് പറയുന്നത് എന്ന് അമ്മ പറയാണ്. അത് മാത്രമല്ല കീ സ്റ്റോൺ, അതായത് എന്ന് പറയുമ്പോൾ ഫാമിലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരാൾ ഞാൻ തന്നെയാണ് എന്ന് അമ്മ പറയാണ്. ഓക്കെ, ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അട്ടർലി. അതായത് ടേക്ക് മീ അവേ, എന്നെ എടുത്ത് മാറ്റുകയാണെങ്കിൽ, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് അമ്മയായ എന്നെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ എന്താണ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ റൂഫും വാളും എല്ലാം എന്ത് ചെയ്യും, തകർന്നു പോവും എന്നാണ് പറയുന്നത്. റൂഫ് ആൻഡ് വാൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഹൗസിനെ മീൻസ് ആ ഒരു ഫാമിലിനെയാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ റൂഫും വാളും എല്ലാം എന്ത് ചെയ്യും, തകർന്നു പോവും എപ്പോഴാണ് എന്നെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വുഡ് ഫാൾ ടു റൂയിൻ മീ അട്ടർലി. അങ്ങനെ ഒരു കുടുംബം തകരുകയാണെങ്കിൽ ഞാൻ അടക്കമായിരിക്കും തകരുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ഒരു സംഭവം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫാമിലീനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് അല്ലേ. അതായത് ആ ഒരു കുടുംബം റൺ ചെയ്യുന്ന കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പില്ലറാണ് എന്നൊക്കെ പറയുന്നത്. മീൻസ് എന്താണ്, അമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം മീൻസ് അമ്മയടക്കം ഈ കുടുംബം മുഴുവനായിട്ടും എന്ത് ചെയ്യും, അധപതിച്ചു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയുമ്പോൾ അത്രയും നമുക്ക് ഒരു ഫാമിലിയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു കഥാപാത്രം തന്നെയാണ് അമ്മ എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്, അമ്മ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്, അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എവിടെ, കുടുംബത്തിനകത്ത് അല്ലേ എന്നാണ് ഇവിടെ പറഞ്ഞത്, ഫാമിലിക്കകത്ത്. കാരണം അമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മയടക്കം എന്ത് ചെയ്യും, എല്ലാ ആൾക്കാരും മീൻസ് ആ ഒരു ഫാമിലി മുഴുവൻ തന്നെ നശിച്ചു പോകുമെന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ പറയുമ്പോൾ ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് വിച്ച് എൽസ് വെർ കോൾഡ് ദൻ എ സ്റ്റോൺ. അതായത് എന്താണ്, ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്. ഹെർത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു നെരിപ്പോട് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുപ്പെന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. സോ ഒരു ഹെർത്ത്, ആ ഒരു നെരിപ്പോടിലെ ഫയർ, തീയാണ് ഞാൻ, ആ അടുപ്പിലെ തീയാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ഓക്കെ, മീൻസ് സൂര്യൻ്റെ പ്രകാശമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഈ ഭൂമിനെ എന്താണ്, ഭൂമിക്ക് ചൂട് നൽകുന്ന താപം, ഹീറ്റാണ് ഞാനെന്ന് പറയുന്നുണ്ട്. വിച്ച് എൽസ് വെർ കോൾഡ് ദൻ എ സ്റ്റോൺ. അപ്പം ഞാനില്ലെങ്കിൽ എന്താ പോവും, ഈ ഭൂമി ഒന്നടങ്കം എന്ത് ചെയ്യും, തണുത്തുറഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ എവിടെ പറയുന്നത്, ഒരു ഫാമിലിക്കകത്ത് അമ്മയ്ക്കുള്ള ഒരു എന്താ പറയുക, അമ്മയുടെ ആ ഒരു
എന്താ നമുക്ക് പറയാൻ പറ്റുക, ഒരു റോളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ്, ഞാൻ ഫയറാണ്, ഐ എം ദ ഫയർ, ആ ഒരു അടുപ്പിലെ തീയാണ് ഞാനെന്ന് പറയുന്നുണ്ട്. പിന്നെ സണ്ണിൻ്റെ ലൈറ്റാണ്, സൂര്യൻ്റെ പ്രകാശമാണ് ഞാനെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം ആയിക്കോട്ടെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് എനിക്ക് ഫാമിലിയിലുള്ളത് എന്നാണ് അമ്മ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇവിടെ ഈ ഒരു ഐ ആം ദ ഫയർ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ഹീറ്റ് എന്നൊക്കെ പറയുന്നത് അവിടെ മെറ്റഫറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്ന മെറ്റഫർ യൂസ് ചെയ്തിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മെറ്റഫർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ്, ഏതെങ്കിലും ഒരു കാര്യത്തെ ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ മെറ്റഫർ എന്ന് പറയുന്നത്. മീൻസ് അത് പ്രാക്ടിക്കലി അത് പോസിബിൾ ആയിരിക്കത്തില്ല, പക്ഷേ നമ്മൾ അത് തന്നെയാണ് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഐ ആം ദ ഫയർ എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി അമ്മ തീയാണോ? അല്ല. പക്ഷേ എന്താണ് ഇവിടെ ആ ഒരു അതിനകത്തുള്ള ആ ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു മീനിങ് ആണ് ഈ ഒരു മെറ്റഫർ ഉപയോഗിച്ച് പറഞ്ഞു വെക്കുന്നത്. അതായത് എന്താണ്, ഒരു ഫാമിലിക്കകത്ത് ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് അമ്മയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഈ ഒരു മെറ്റഫർ യൂസ് ചെയ്തിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ആലങ്കാരികമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 സ്റ്റാൻസിൽ പറഞ്ഞ കാര്യം എന്താണ്, ഫാമിലിക്കകത്തെ എല്ലാം മീൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന അമ്മയാണ്. ആ അമ്മ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയടക്കം ആ ഫാമിലി മുഴുവനായിട്ട് നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ഫാമിലിക്കകത്തെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്താണ്, നെരുപ്പോടുള്ള ഫയറാണ്, സൂര്യൻ്റെ പ്രകാശമാണ്, ആൻഡ് ഓൾസോ ഈ ഭൂമിയെ ചൂട് തരുന്ന ഒരു താപമാണ് അമ്മ, അല്ലേ. സോ ആൻഡ് ഓൾസോ എന്താണ്, ഈ അമ്മ മാറുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി മുഴുവനായിട്ട് എന്ത് ചെയ്യും, തണുത്തുറഞ്ഞ് ഇല്ലാതെ ആയി പോകും എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഫാമിലിക്ക് അകത്തുനിന്ന് അമ്മ പോവുകയാണെങ്കിൽ ഫാമിലി മുഴുവൻ എന്ത് ചെയ്യും, തണുത്തുറഞ്ഞ് മീൻസ് അതായത് മൊത്തത്തിൽ എന്താണ് അതപ്പതിച്ച് പോകും എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം എന്താണ്, അടുത്ത സ്റ്റാൻസയാണ് 3ാമത്തെ. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, ഐ എം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്, വിതൗട്ട് മീ കോൾ ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ് നോർ കുഡ് ദ പ്രീഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. ഓക്കെ, എന്താണ്, അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്. ഓക്കെ, അത് എന്നിലാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് മീൻസ് കുട്ടികൾ വളരുന്നത് എൻ്റെ ഒരു പ്രൊട്ടക്ഷനകത്ത് നിന്നിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ചൂട് കൊണ്ടാണ് കുട്ടികൾ വളരുന്നത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. ഓക്കെ, ഞാൻ അവരുടെ ജീവിച്ചിരിക്കുന്ന എന്താണ് ജീവിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകാശമാണ് ഞാനെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ കൺകണ്ട ദൈവമാണ് അമ്മ എന്നല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. മീൻസ് എന്താ പറയുക, നമുക്ക് നേരിൽ കാണാൻ പറ്റുന്ന, അതായത് ഏതൊരു വ്യക്തിക്കും നേരിൽ കാണാൻ കഴിയുന്ന ഒരു ദൈവത്തിന് തുല്യമാണ് അമ്മ എന്നല്ലേ പറയുന്നത്. ഓക്കെ, ആ ഒരു സംഭവമാണ് കേട്ടോ എവിടെയും. എന്താണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. ഓക്കെ, ഞാൻ മീൻസ് സ്നേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു പ്രകാശമാണ് ഞാനെന്ന് പറയാണ്. ഓക്കെ, മീൻസ് ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ പറ്റുന്നത് ആര് തന്നെയാണ്, നമ്മുടെ അമ്മ തന്നെയാണ്, അല്ലേ. നമുക്കറിയത്തില്ലേ, നമ്മളെ അമ്മമാരല്ലാണ്ട് വേറെ ആരും അത്രയും ജെന്യുവനായിട്ട് നമ്മളെ സ്നേഹിക്കത്തില്ല, അല്ലേ. അമ്മമാരായിരിക്കും നമ്മളെ ഓരോ വ്യക്തികളെയും ഏറ്റവും കൂടുതൽ അത്രയും ജെന്യുവനായിട്ട് സ്നേഹിക്കുന്നുണ്ടാവുക. അതുപോലെ വേറൊരാൾക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റത്തില്ല, അല്ലേ. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വിതൗട്ട് മീ കോൾ ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ് നോർ കുഡ് ദ പ്രീഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. ഓക്കെ, അതായത് ഞാനില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പോവും, മുഴുവനായിട്ട് തണുത്തുറഞ്ഞു പോവും. ഓക്കെ, അതായത് എന്താണ്, ഈ മീൻസ് ഈ കുട്ടികൾ നല്ല രീതിക്ക് വളർന്ന് വരത്തില്ല എന്നാണ് അവിടെ പറയുന്നത്. ഞാനില്ലാന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ചയെ പോലും അത് ബാധിക്കും എന്നുള്ള രീതിക്കാണ് അവിടെ അമ്മ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ദെൻ ഐ എം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സാക്രഡ് റിംഗ്. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വരികളാണ്. അതായത് ഞാൻ എന്താണ്, ഒരു ട്വിസ്റ്റ് പോലെയാണ്. എന്താണ്, ഒരു സാക്രഡ് റിങ്ങിനകത്ത് എന്ന് പറയുമ്പോൾ എന്താ പറയുക, പരിപാവനമായിട്ടുള്ള ഒരു വലയത്തിനകത്ത് ഈ കുട്ടികളെ ചേർത്ത് എന്താ പറയുക, സംരക്ഷിച്ച് പോകുന്ന ഒരു ട്വിസ്റ്റ് പോലെയാണ് ഞാനെന്ന് പറയുന്നത്. ഓക്കെ, മീൻസ് ആ ഒരു പരിപാവനമായ ഒരു അന്തരീക്ഷത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ, ദേ ആർ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് എന്താണ് ക്ലോസ് ടെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാൻഡറിങ്. അതായത് അവരുടെ നോട്ടെന്ന് വെച്ചാൽ കെട്ടാണ് കേട്ടോ, അത് സ്നേഹത്തിൻ്റെ ഒരു കെട്ടാണ് ഞാനെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫ്രം ഹൂസ് ക്ലോസ് ടെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാൻഡറിങ്. അതായത് അമ്മയുടെ സ്നേഹത്താൽ ഈ കുട്ടികളെ കെട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. മീൻസ് ആ ഒരു ടെതർ എന്ന് പറയുമ്പോൾ റോപ്പ്, കയറെന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അതായത് സ്നേഹത്തിൻ്റെ കെട്ടുകൊണ്ട് അമ്മ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ കുട്ടികളെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാൻഡറിങ്. അപ്പോൾ അമ്മയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ കെട്ട് അല്ലെങ്കിൽ ആ സ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്തായി പോവും, വാൻഡേർഡ് മീൻസ് വാൻഡറിങ് ആയി പോകും. അതായത് അവർ വഴിതെറ്റിപ്പോവാം, അല്ലെങ്കിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം, അല്ലേ.
അങ്ങനെ അവർ വേറൊരു അവസ്ഥയിലോട്ടായി പോകും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 സ്റ്റാൻസിലിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അമ്മയ്ക്ക് കുട്ടികളോടുള്ള ഒരു സ്നേഹത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ 2 സ്റ്റാൻസൊക്കെയകത്ത് നമ്മൾ കണ്ടത് ഫാമിലിക്കകത്ത് അമ്മയുടെ റോളും ഇമ്പോർട്ടൻസും എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഈ 2 സ്റ്റാൻസൊക്കെയകത്ത് പറയുന്ന ഒരു കാര്യം അമ്മയും കുട്ടികളുമായിട്ടുള്ള ഒരു അഫെക്ഷനെ പറ്റിയിട്ട്, ഒരു മദറും ചിൽഡ്രനും തമ്മിലുള്ള അഫെക്ഷനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത് അല്ലേ. അതായത് ചിൽഡ്രന് അത്രയും ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനകത്താണ് ഈ കുട്ടികളെ അമ്മ വളർത്തിക്കൊണ്ട് വരുന്നത് അല്ലേ. അവരുടെ ജീവിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു പ്രകാശം തന്നെയാണ് അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അവരില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ നന്നായിട്ട് വളർന്നു വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു സാക്രഡ് റിങ്ങിനകത്ത്, അത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ, അതൊരു പരിപാവനമായിട്ടുള്ള മീൻസ് അത്രയും വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വലയത്തിനകത്ത് അവരെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നൊരു ട്വിസ്റ്റാണ് ഞാൻ. ആൻഡ് ഓൾസോ അവരെ സ്നേഹത്തിൻ്റെ കയറ് കൊണ്ട് ഞാൻ അവരെ കെട്ടി വെച്ചിരിക്കുകയാണ്. മീൻസ് അതായത് അവർ അത്രയും സ്നേഹവും വാത്സല്യവും കെയറും ഒക്കെ കൊടുത്താണ് ഏതൊരമ്മയും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക അല്ലേ. ബിക്കോസ് അങ്ങനെ വളർത്തിയില്ല, മീൻസ് അമ്മയുടെ സ്നേഹം ഒരു കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തായി പോവും, വാൻഡേർഡായി പോവും. മീൻസ് അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ വഴിവിട്ട ലൈഫിലോട്ടോ ഒക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ എത്തപ്പെടും. ഓക്കെ, അമ്മയുടെ സ്നേഹം അനുഭവിച്ച് വരുന്നൊരു കുട്ടിയാണെങ്കിൽ നേരായ മാർഗ്ഗത്തിൽ നടക്കും എന്നൊക്കെയുള്ള ഒരു മീനിങ്ങും ഇതിനകത്ത് നിന്ന് എടുക്കാം. ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to be their bed. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് ഒരു ഫാമിലിക്കകത്ത് അമ്മ ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ്. ആദ്യമേ പറയുന്നു I am the house from floor to roof. അതായത് ഞാൻ തന്നെയാണ് വീട്, അതായത് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു ഹൗസിൻ്റെ ആ ഒരു നിലം മുതൽ, അതായത് ആ ഫ്ലോറ് മുതൽ റൂഫ് വരെയും മേലെ സീലിംഗ് വരെയും എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് ആലങ്കാരികമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ദെൻ ഐ ഡെക്ക് ദ വാൾസ്, പിന്നെ പറയുന്ന കാര്യമാണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം. ഐ ഡെക്ക് ദ വാൾസ്, അതായത് ഞാൻ വാൾസ് ചുമരൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ ബോർഡ് ഐ സ്പ്രെഡ്, ഓക്കെ ബോർഡ് സ്പ്രെഡ് ചെയ്യുന്നു. ഐ സ്പിൻ ദ കർട്ടൻസ്, ഓക്കെ കർട്ടൻസ് ഒക്കെ തുന്നി ഇടുന്നുണ്ട്. വാർപ്പ് ആൻഡ് വൂഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രേസാണ്. അത് ആക്ച്വലി അർത്ഥം വരുന്നതെന്ന് പറയുമ്പോൾ ഈ വൂളൻ ക്ലോത്ത്സിലുള്ള നൂലിങ്ങനെ ലെന്ത് വൈസും ക്ലോക്ക് വൈസൊക്കെ ആയിട്ട് ത്രെഡ് നെയ്ത് വെച്ചിട്ടില്ലേ, ആ ഒരു അറേഞ്ച്മെൻറ്റാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ആക്ച്വലി അത് ഉദ്ദേശിക്കുന്ന കാര്യം വീവിങ് ദ വൂളൻ ക്ലോത്ത്സ്, ഓക്കെ വൂളൻ ക്ലോത്ത്സ് ഒക്കെ നെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്, മീൻസ് കുട്ടികളുടെ ബെഡെല്ലാം അറേഞ്ച് ചെയ്ത് റെഡിയാക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ്, മീൻസ് എല്ലാം ചെയ്യുന്നത് ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ആ ഒരു ഹൗസ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും എന്ന് അമ്മ പറയാണ്, സമർത്ഥിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റാൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഐ ആം ദെയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. ഓക്കെ, അതായത് കുട്ടികൾക്കെതിരായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ഡേഞ്ചേഴ്സ്, അപകടങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്ന വാളാണ് ഞാൻ. ഓക്കെ, വാളെന്ന് പറയുമ്പോൾ ആ മതിലാണ് ഞാനെന്ന് പറയാണ്. അതായത് ഒരു അപകടവും കുട്ടികളിലേക്ക് എത്താതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ ഒരു അപകടങ്ങൾക്കെതിരെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വാളെന്ന് മീൻസ് അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു അഫെക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദെയർ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. അടുത്തും അതുപോലെ തന്നെയാണ് വിൻഡ് ആൻഡ് സ്നോ. അതായത് വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാറ്റും തണുപ്പും ഒക്കെയാണ്, മഞ്ഞും ഒക്കെയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെതിരെ വരുന്ന എല്ലാ തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, അതായത് അല്ലാണ്ട് അവർ ലൈഫിൽ അനുഭവിക്കേണ്ടി വരുന്ന ഇഷ്യൂസും സ്ട്രഗിൾസും ചാലഞ്ചസും പ്രതിസന്ധികളും ഒക്കെയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും എതിരായിട്ട് നിൽക്കുന്ന ഡോറാണ് ഞാൻ, ഒരു വാതിലാണ് ഞാനെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മീൻസ് അത്രയും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരാളാണ് ഞാനെന്ന് അമ്മ പറയാണ്. ടു ഹൂം എ വിമൻ ലൈഡ് ഇൻ എ മാങ്കർ ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഓക്കെ, അതായത് അവിടെ ആ ഒരു തേർഡ് ലൈൻ പറയുന്നത്
എന്താണ് ബൈബിളിലെ ഹോളി മേരീനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, മാങ്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുൽത്തൊട്ടി ഉണ്ടല്ലോ, മീൻസ് എന്താ പറയുക, ഇപ്പോൾ പശുത്തൊഴുത്തില്ലേ, അതാണ് സംഭവം. കാരണം നമുക്കറിയാം എന്താണ് ഈ മാങ്കറിലാണല്ലോ ജീസസ് ക്രൈസ്റ്റ് ജനിക്കുന്നത്. ഓക്കെ, അപ്പം ജീസസ് ക്രൈസ്റ്റിന് ജന്മം കൊടുത്ത ആ ഒരു വിമൺ, ദാറ്റ് ഈസ് ഹോളി മേരീനെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഓക്കെ, എന്നിട്ടൊരു പ്രാർത്ഥനയാണ് ഈ അമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ്, കുട്ടികളൊന്ന് വളർന്ന് റെഡിയാവുന്നത് വരെ, മീൻസ് അവരൊന്ന് വളർന്ന് ഓക്കെ ആകുന്നത് വരെ എന്നെ എടുക്കരുത്, അതായത് എന്നെ ഈ ലോകത്തു നിന്ന് മാറ്റരുത്, മീൻസ് ഞാൻ മരിക്കരുത് എന്നുള്ള രീതിയിലൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ഒരു കവിത എവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഓക്കെ, അതായത് കുട്ടികൾ വളർന്ന് വലുതാവുന്നവരെ, അവരൊന്ന് ഒരു കര കയറ്റുന്നവരെ എന്നൊക്കെ പറയില്ലേ, അതെ, അവരൊന്ന് മീൻസ് വലുതാകുന്നത് വരെ എന്നെ എടുക്കരുത് എന്നാണ് പറയുന്നത്. മീൻസ് ഞാൻ മരിക്കരുത് എന്നുള്ള രീതിയിൽ. അതായത് അവരൊന്ന് അവരുടെ ലൈഫ് സെറ്റാവുന്ന വരെ എനിക്ക് അവർക്ക് വേണ്ടിയുള്ള ലവും കെയറും എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട് എന്നുള്ള രീതിക്കാണ് അമ്മ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻസാസ് മെയിൻലി പറയുന്നത് അമ്മയ്ക്ക് കുട്ടികളോടുള്ള ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ആ ഒരു അഫെക്ഷനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അതല്ലേ പറയുന്നത്, അതായത് അവർക്കെതിരെ വരുന്ന എല്ലാ അപകടങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു വാളാണ് ഞാൻ. ആൻഡ് പിന്നെന്താ പറഞ്ഞേ, വിൻഡ് ആൻഡ് സ്നോ, അല്ലേ? മീൻസ് അവരനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എതിരായിട്ട് നിൽക്കുന്ന ഡോറാണ് ഞാനെന്ന് പറഞ്ഞു. പിന്നെ ഹോളി മേരീനെ പറ്റി പറഞ്ഞു. പിന്നെ ഒരു പ്രാർത്ഥന, അല്ലേ? എന്താണ്, അവർ വലുതാവുന്നവരെ ഞാൻ മരിക്കരുതെന്നുള്ളൊരു പ്രാർത്ഥന. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കവിത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പോയം എന്ന് പറയുമ്പോൾ അതെ, മദർഹുഡിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പോയമാണ്. ഓക്കെ, എന്ന് പറഞ്ഞത് ആക്ച്വലി ഒരു പൊങ്ങച്ചം പറയലോ അങ്ങനെയൊന്നുമല്ല, ഒരു റിയാലിറ്റിയാണ്, അല്ലേ? റിയാലിറ്റിയാണ്. ഏതൊരു ഫാമിലിയിലും ഒരു അമ്മയുടെ റോളിനെ പറ്റിയിട്ടാണ്, മീൻസ് ഒരു റിയാലിറ്റി സൈഡാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അല്ലെ? കാതറിൻ ടിനാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കവിത ഈ ഒരു കവിതയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മദർഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു വീഡിയോ ഒറ്റ തവണ നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ കയ്യിലുള്ള നോട്ട്സോ ഗൈഡോ അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ഈ ഒരു കവിതയുടെ സമ്മറി ഒന്ന് നോക്കുക. ഓക്കെ, സമ്മറി ജസ്റ്റ് നിങ്ങളുടെ മനസ്സിരുത്തി നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. ഓക്കെ, ഒരു തവണ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു കവിത സെറ്റായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ഈ ഒരു പോയം റിലേറ്റഡ് ആയിട്ട് ചോദിച്ചാലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക, സമ്മറി ഒന്ന് വായിച്ചു കൂടി നോക്കുക കേട്ടോ. നോട്ട്സോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, എന്തെങ്കിലും നോക്കി സമ്മറി കൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈൻസ് മനസ്സിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാനത് റെക്ടിഫൈ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇനി വരുന്ന +2 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടോ വേറെ വിഷയങ്ങൾ റിലേറ്റഡ് ആയിട്ടോ ഒക്കെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അതുകൂടി അറിയിക്കാനായിട്ട് വിട്ടുപോരുത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇംഗ്ലീഷിന് ഈ ഒരു വീഡിയോ മാത്രമല്ല വേറെയും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ +2 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റും ഗ്രാമർ ടോപ്പിക്സും വേറെയും കുറച്ച് ലെസൺസിൻ്റെയൊക്കെ ക്ലാസ്സസ് അതിനകത്തുണ്ട്, കയറി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.